പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധം കടത്തി. അന്താരാഷ്ട്ര സംഘം 4 പേർ പിടിയിൽ. അന്താരാഷ്ട്ര സംഘമാണ് കേട്ടോ, അല്ലാതെ ഭീകരന്മാരൊന്നുമല്ല. അപ്പോൾ ഈ അന്താരാഷ്ട്ര സംഘമാണ് 4 പേര് പിടിയിലായത്. വളരെ സിമ്പിൾ. അന്താരാഷ്ട്ര സംഘം, അത് അന്താരാഷ്ട്ര സംഘത്തിൽപ്പെട്ട ആളുകൾ ആരൊക്കെയെന്നറിയൂ? അജയ്, ദൽവീന്ദർ, മൻദീപ്, രോഹൻ എന്ന് പറയുന്ന 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ നല്ല രീതിയിൽ ചാനലുകളിലൊന്നും അത് ഒരു ചാനലിലും വരുന്നില്ല. ആർക്കും അത് പറയാനും സാധിക്കുന്നില്ല. കാരണം എന്താണ് അറിയോ? അത് പേരാണ് പ്രശ്നം. അതൊരു കൂട്ടിയ പേരാണെങ്കിൽ ഇന്ന് വലിയ ചർച്ച ആയിരുന്നു. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള പത്രമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു കവിഞ്ഞേനെ 4 ഭീകരന്മാരെ പിടികൂടി എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഈ ഭീകരവാദത്തിന് പ്രോത്സാഹനം ചെയ്യുന്ന ആളുകളാണ് പത്രക്കാർ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കൂട്ടർ ചെയ്താൽ അത് ഭീകരവാദം, മറ്റു കൂട്ടർ ചെയ്താൽ അത് പിന്നെ ദേശവാദം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കഷ്ടം തന്നെയാണ്. ഇന്ന് ആര് തരം പ്രവൃത്തി ചെയ്താലും അവരെ മുദ്ര കുത്തണം ഭീകരന്മാരാണെന്ന് പറഞ്ഞിട്ട്. അതല്ലേ വേണ്ടത്? അപ്പയല്ലേ ഇത്രയും പ്രവൃത്തികൾ കുറയുള്ളൂ. ഇവിടെ ഈ ഇങ്ങനെയുള്ള പേരുകൾ വന്നാൽ കുഴപ്പമില്ല. അത് തന്നെ ആ പിടിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു നിഷ്പക്ഷവാദി ആയതുകൊണ്ട് മാത്രം ഇത് പുറത്തിറങ്ങിയെന്ന് മാത്രം. അതുപോലെ തന്നെ ഇതാ വേറെ ഒന്നും കൂടെ, കപ്പലിനെ ചോർത്തി കൊടുത്തി പാകിസ്ഥാന്. ഇത് രണ്ടും ഇന്നലെയാണ്. ഇത് രണ്ടും ഇന്നലത്തെ സംഭവമാണ്. ഇന്നലെ മിനിയാന്നായിട്ടുള്ള സംഭവങ്ങളാണ് ഇത് രണ്ടും. ഇതിലൊന്നും ഒരു മുസ്ലിമിന് പേര് കാണുന്നില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം ഇവിടെ ഭീകരവാദം നടത്തുന്ന ആളുകൾക്ക്, മുസ്ലിം നാമധാരികൾക്ക് ഈ ആയുധം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ഇവരാണ് എന്നുള്ളതല്ലേ? ഇവർ ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളതല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ ആയുധം കടത്തിയപ്പം അത് ആയുധം കടത്തി കൊണ്ടുവന്നിട്ട് അത് ഭീകരവാദിയല്ല, അവർക്ക് പ്രോത്സാഹനമാണ് നൽകുന്നത്. അത് അന്താരാഷ്ട്ര സംഘം എന്നാണ്. എന്താണ് അന്താരാഷ്ട്ര സംഘം? അവർ ഭീകരന്മാരല്ലേ? IS ഇല്ല, ISI മാത്രം. ഈ ഭീകരന്മാർക്ക് സർവ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഇവരാണ് എന്നുള്ളതാണ്. അതല്ലാതെ മുസ്ലിം ഒരു ഭീകരവാദികളല്ല. ഒരു മുസ്ലിമിന്, ഇത് യഥാർത്ഥ മുസൽമാന് ഒരു ഭീകരവാദത്തിനും സാധിക്കൂല. ഒരു നിരപരാധിയെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ നിരപരാധികളെയും കൊന്ന ശിക്ഷയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് ഓർക്കണം. ഒരു നിരപരാധിയെ രക്ഷിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ നിരപരാധിയെയും രക്ഷിച്ച പ്രതിഫലം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് ഓർക്കണം. എന്നിട്ട് വേണം ഇസ്ലാമിനെ പഴിചാരാൻ. എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും മുഴുവനും ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്കിടുന്ന ഈ സമ്പ്രദായം തീരെ ശരിയല്ല എന്നുള്ളതാണ് 1. 2, ഇവിടെ ഒരു കന്യാസ്ത്രീ വേഷധാരി മുഖ്യമന്ത്രിക്ക് ഭീഷണിപ്പെടുത്തി. ഏത്? മുഖ്യമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് എന്ന് തന്നെ പറയാം. എന്നിട്ട് അവർക്കൊരു കേസുണ്ടോ? ആ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ ഭീകരന്മാരാക്കിയോ? അല്ലെങ്കിൽ ഇതേപോലെ ആക്കിയോ? ഒരു വേറെ ചങ്ങായിണ്ട്, ഒരു 8-10 കൊന്ന പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ ബോംബിട്ടാണ്ട് കൊന്ന, മാർട്ടിൻ എന്ന പേര്. അവൻ കൊന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾ ആരെങ്കിലും ആ ഇത് ചാപ്പ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ കുത്തിയോ? ഇല്ല. ഈ ഭീകരന്മാര് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ആയുധം കടത്തിയിട്ട് ഹിന്ദുക്കളെ മൊത്തത്തിൽ ചാപ്പ കുത്തിയോ? ഏതെങ്കിലും ഒരു മുസ്ലിം? ഇല്ലല്ലോ. അത് ചെയ്തത് അവരാണെങ്കിൽ അത് അവരെയാണ് പറയേണ്ടത്. ആരാണോ കുറ്റം ചെയ്യുന്നത്, കുറ്റം ചെയ്യുന്നവരെയാണ് പറയേണ്ടത്. മറിച്ച് അതൊരു RSS ആണെങ്കിൽ, ഞാൻ പറയുന്നതുകൊണ്ട് ആരും വെറുപ്പ് തോന്നരുത്, RSSന്റെ പ്രത്യയ ശാസ്ത്രം അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. എന്നാൽ ഇസ്ലാം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും അതിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തം മുസ്ലിങ്ങളെ പേരിലോ മൊത്തം ഹിന്ദുക്കളെ പേരിലോ മൊത്തം ക്രിസ്ത്യാനികളെ പേരിലോ ചാപ്പ കുത്താൻ യാതൊരു അർഹതയും ഇല്ല.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ഭാഗം ആരെങ്കിലും ഏത് മുസ്ലിമിൻ്റെ ഭാഗത്ത് ആരെങ്കിലും എന്ത് കുറ്റം ചെയ്താലും, ഏത് തെമ്മാടിത്തരം ചെയ്താലും, ഒരു ഇസ്ലാം നാമധാരി എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് മൊത്തം മുസ്ലിങ്ങളെയും ചാപ്പ കുത്തും. മറിച്ച് മറ്റു രണ്ട് ഇവിടെ അറിയപ്പെടുന്ന രണ്ട് മതങ്ങളാണ്. ആ രണ്ട് മതത്തിലും എന്ത് മതത്തിലെ ആളുകൾ എന്ത് ചെയ്താലും ആരെങ്കിലും അവരെ ചാപ്പ കുത്തുന്നുണ്ടോ? അവരെ മൊത്തത്തിൽ പറയുന്നുണ്ടോ? നമുക്കത് പറയാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, അത് മാധ്യമങ്ങൾ ആദ്യം നിർത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.